ഹലോ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നമ്മുടെ പുതുക്കാട്, തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന പണികളാണ്. അവിടെ പുതുക്കാട് ഹോസ്പിറ്റലിൽ ഒരുപാട് വണ്ടികൾ വരുമ്പോൾ അവിടെ പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യക്കുറവുണ്ട്. അതുകൊണ്ട് എല്ലാ വണ്ടികളും അവിടെ സ്കൂട്ടറായാലും ബൈക്കായാലും കാറായാലും അതുപോലെ തന്നെ ആംബുലൻസുകൾ വന്നാൽ പോലും ആകെ തിക്കുമുട്ടുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ 2 ദിവസമായിട്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട് സൈഡിൽ പഴയ ബിൽഡിംഗ്, അതായത് പുതിയ ഹോസ്പിറ്റൽ പണിതു, മെയിൽ വാർഡ് പണിതു, അതുപോലെ ഫീമെയിൽ വാർഡ്, ഹോസ്പിറ്റലിൻ്റെ പണികളെല്ലാം അത്യാവശ്യ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു. ഇനിയിപ്പോൾ നമുക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കാം, കൂടുതൽ സൗകര്യങ്ങൾ ആളുകൾക്ക് വരാനുള്ള സൗകര്യം ഉണ്ടാക്കാനായിട്ട് അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യക്കുറവാണ്. അതും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, കാണുമ്പോൾ തന്നെ നല്ല ലുക്ക് ലഭിക്കുന്നൊരു ഹോസ്പിറ്റൽ തന്നെയായിരിക്കും. ഫ്രണ്ട് സൈഡിലാണ് വളരെ സൗകര്യക്കുറവ്. ആംബുലൻസും മറ്റു വണ്ടികളൊക്കെ വരുമ്പോൾ പാർക്ക് ചെയ്യാനും അവിടെ നിന്ന് തിരിച്ചു പോകാനും വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലമാണ്, അതായത് പുതുക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അപ്പോൾ ഈ പണികളെല്ലാം നടന്നു കഴിഞ്ഞാൽ വളരെ ലുക്കായിരിക്കും. ഇപ്പോൾ പാർക്ക് ചെയ്യുന്ന ഭാഗം ഇടത്തെ സൈഡിൽ മാത്രമാണ്. അപ്പോൾ പഴയ ബിൽഡിങ്ങുകളൊക്കെ ഒരുപാട് കുറച്ച് പണികളൊക്കെ അവിടെ അതൊക്കെ പൊളിച്ച് മാറ്റേണ്ട പണികളുണ്ട്. അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിൻ്റെയും ചാലക്കുടിയുടെയും ഏതാണ്ട് മധ്യഭാഗത്താണ് ഈ ഹോസ്പിറ്റലുള്ളത്. അതായത് പുതുക്കാട് ഹൈവേയിലുള്ള പള്ളിയുടെ പുറകിൽ നിന്ന് ഒരു 200 മീറ്റർ പോയി കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലായി. വളരെ നല്ല ഹോസ്പിറ്റലാണ്. അപ്പോൾ അതുവഴിയൊക്കെ പോകുന്നവർ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മറ്റുള്ള ഹോസ്പിറ്റലുകളിൽ ആദ്യം എത്തിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ഹോസ്പിറ്റലുകളിൽ എത്തിച്ചിട്ട് അവിടുന്ന് ഒരു ശമനമായിട്ട്, അല്ലെങ്കിൽ രോഗിയുടെ അവസ്ഥ നല്ല രീതിയിൽ തിരിച്ചു വന്നു എന്ന് കഴിയുന്നവരെ നിങ്ങൾക്ക് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ചികിത്സ നേടാവുന്നതാണ്. ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ വന്ന് പല കാര്യങ്ങൾക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായാൽ ആദ്യം വന്ന് കാണിക്കുന്ന ഹോസ്പിറ്റൽ ഇവിടെ തന്നെയാണ്. എൻ്റെ വീട്ടുകാരെയും എനിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായാൽ ആദ്യം വന്ന് കാണിക്കുന്ന ഹോസ്പിറ്റൽ ഇത് തന്നെയാണ്. അപ്പോൾ അതുവഴി പോകുന്നവർ ഇങ്ങനെയൊരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഒരു സ്നാക്സ് കൗണ്ടറുണ്ട്. അതായത് ചായ, കാപ്പി അങ്ങനെയുള്ള ഐറ്റംസുകൾ അവിടെ നമ്മൾക്ക് കിട്ടുന്നതാണ്. കൂടാതെ ഹോസ്പിറ്റലിൻ്റെ ഔട്ട്സൈഡിൽ ഹോട്ടലുകളുണ്ട്. പുതുക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ മറ്റൊരു പ്രത്യേകത, ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് കാഷ്വാലിറ്റി വരുന്നത്. ആശുപത്രിയുടെ വലതുവശത്തായിട്ടാണ് റിസപ്ഷനോട് കൂടിയ OP കൗണ്ടർ ഉള്ളത്. ഹോസ്പിറ്റലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് വാർഡുകളാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ മെയിൽ വാർഡ്, അതായത് ആണുങ്ങളുടെ വാർഡ്. ഫസ്റ്റ് ഫ്ലോറിലെ ലാബാണ് വരുന്നത്. സെക്കൻഡ് ഫ്ലോറിലാണ് ഫീമെയിൽ വാർഡ് വരുന്നത്, അതായത് സ്ത്രീകളുടെ വാർഡ് വരുന്നത്. അതുപോലെ തന്നെ വാർഡുകളിൽ രോഗികളെ കിടത്തി ചികിത്സിക്കുന്നതിനായി എല്ലാതരം ബെഡ് അറേഞ്ച്മെൻറ്റ്സും അവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗികൾക്കും ബൈസ്റ്റാൻഡർമാർക്കുമായി ഫുഡ് കഴിക്കുന്നതിനായി അവിടെ ടേബിൾ സൗകര്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പുതുക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ 24 അവേഴ്സും ഓപ്പണിംഗ് ആണ്, അതായത് 24 മണിക്കൂറും തുറന്നിരിക്കുന്നതാണ്. ഹോസ്പിറ്റലിൽ ഇൻഷുറൻസ് സേവനം ലഭ്യമാണ്. അപ്പോൾ രോഗിയെ അഡ്മിറ്റ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ നിങ്ങൾ അവിടെ റിസപ്ഷനിൽ പോയി ഏത് ഇൻഷുറൻസാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ചോദിച്ച് മനസ്സിലാക്കി രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പണം കൊടുക്കാതെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകൾ നിങ്ങൾക്ക് ഈ ഇൻഷുറൻസ് കാർഡുമേ ലഭിക്കുന്നതായിരിക്കും. ഇൻഷുറൻസ് ഇല്ല, നിങ്ങൾക്ക് BPL കാർഡ് മാത്രമാണ്, റേഷൻ കാർഡ് ഉള്ളതെങ്കിൽ അത് റിസപ്ഷനിൽ പറഞ്ഞ് പരിശോധന സമയത്ത് നിങ്ങൾക്ക് പണം ഇളവ് ലഭിക്കുന്നതായിരിക്കും. ബാക്കിയുള്ള പണികളെല്ലാം പുതുക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തീർന്നു കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് പോകാനും വരുവാനും കൂടുതൽ സൗകര്യമായിരിക്കും. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ കൂടുതൽ സുന്ദരവുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകല്ലേ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.